السلام عليكم ورحمة الله. بسم الله الحمد لله. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقف ما ليس لك به علم. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഒരു പ്രധാന വിഷയവുമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്ക് എവർക്കും അറിയാവുന്നതുപോലെ നമ്മെ ഒരുപക്ഷെ നിയന്ത്രിച്ചേക്കാവുന്ന, എന്നാൽ ഇന്ന് ആ വാക്കിനും അപ്പുറം നമ്മെ കീഴ്പ്പെടുത്തിയേക്കാവുന്ന ഒരു പ്രധാന വിഷയം ഇവിടെ ആമുഖത്തിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്നത്. തീർച്ചയായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടല്ല, ഒരുപാടധികം വശങ്ങളുള്ള, ഒരുപക്ഷെ ഇരുതല മൂർച്ചയുള്ള വാൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാ നിലയ്ക്കും നമുക്ക് അതിന്റെ ഗുണങ്ങളും അനുഭവിക്കാം. എന്നാൽ അതേ നിലയ്ക്ക് തന്നെ അതിന്റെ ദോഷങ്ങളിലും നാം ഏവരും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരുന്ന സഹോദരിമാർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ചെറിയ ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ തന്നെ വലിയ 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 അപകടങ്ങളിലേക്ക്, ഒരുപക്ഷെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അത്രയും വലിയ അപകടങ്ങളിൽ നിന്ന് വരെ നമുക്ക് വലിയ രക്ഷ നേടാൻ അത് സഹായകമാകും എന്ന കാര്യം ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ചരിത്രത്തിൽ പറയാറുണ്ട്, ചരിത്രം വെച്ചാൽ കുറച്ച് മുമ്പ് വരെ, അതായത് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞു. ഈ രണ്ട് യുദ്ധങ്ങൾക്കും ഒക്കെ പ്രത്യേകത അതിന്റെ വ്യത്യസ്തമായിക്കൊണ്ട് ഇനി അടുത്ത യുദ്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് ഒരിക്കലും ചെറുതായിരിക്കുകയില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. മനുഷ്യർ തമ്മിലുള്ള എല്ലാ നിലയ്ക്കുള്ള വിദ്വേഷങ്ങളും ദേഷ്യങ്ങളും ഈർഷ്യതയും ഒക്കെ കാണിക്കാനുള്ള ഒരു വേദിയായിക്കൊണ്ട് സോഷ്യൽ മീഡിയ മാറുന്നുണ്ട് എന്നതാണ് ആ പറഞ്ഞതിന്റെ സാരം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രായമായ ഉമ്മ, ഒരു വല്യമ്മ, അവര് പിന്നെ പേരക്കുട്ടികളോടൊപ്പം ഇരുന്ന് ഒരു വീഡിയോ കാണാണ്. ആ വീഡിയോയില് പുതിയ AI ടൂളായിട്ടുള്ള ജെമിനിയോട് സംസാരിക്കുകയാണ്. അപ്പൊ ജെമിനിയോട് ഇങ്ങനെ ഈ വല്യമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങള്. പിന്നെ എന്താണ് ജെമിനി വിശേഷം, പിന്നെ എന്റെ നാട് ഇപ്പൊ എവിടെയാണ്, ഈ നാടിനെ പറ്റി എന്തൊക്കെ അറിയാം, ഇത് പണ്ടത്തെ കാലത്തൊക്കെ എന്തായിരുന്നു ഇവിടെ എന്ന് അറിയോ എന്നൊക്കെ ഈ ഉമ്മാന്റെ ഭാഷയിൽ ചോദിക്കുകയാണ്. അപ്പൊ ആ വല്യമ്മയോട് പിന്നെ ജെമിനി തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞെടുത്ത് ആ അമ്മയ്ക്ക് പറ്റുന്ന രൂപത്തിലുള്ള മറുപടി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ. പേരക്കുട്ടികൾ അപ്പുറത്തേക്ക് ചിരിക്കുന്നുണ്ട് ഈ അമ്മ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ അത്തരത്തില് പിന്നെ എല്ലാവർക്കും പിന്നെ അനുഗുണമായ രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒറ്റയ്ക്ക് പോയി ഇരുന്ന് സംസാരിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ പുതിയ AI ടൂളുകളും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ ഒരു മറുവശം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം. ഒരു സുഹൃത്ത് ഏറ്റവും ഉന്നതമായ ഒരു പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അങ്ങനെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവാനും, വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു 6 മാസം 7 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് വിവാഹ ജീവിതത്തിൽ വേണ്ട രൂപത്തിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഭാര്യയുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഭാര്യ വേറെ ലോകത്തും ഇദ്ദേഹത്തിന്റെ തിരക്കുകളും ജോലികളും മറ്റൊരു ലോകത്തുമാണ് ഉള്ളത്. അങ്ങനെ അവസാനം അതൊരു പിന്നെ വിവാഹമോചനത്തിന്റെ വക്കിലേക്ക് എത്തുകയും കൗൺസിലിംഗ് വഴി സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ പ്രശ്നമുള്ളൂ, ഭർത്താവ് ഭർത്താവിൻ്റെതായ ലോകത്ത് തിരക്കുകളിലാണ്, ഭർത്താവിന്റെ സോഷ്യൽ മീഡിയയും ഫോണുമായിട്ട് എൻഗേജ്ഡ് ആണ്. അതിലൊരു ഇത്തിരി സമയം ഭാര്യയ്ക്ക് കൊടുക്കാൻ പോലും ഭർത്താവിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാന കാരണം. അപ്പോൾ നമ്മുടെ പ്രായമായ പിന്നെ ആളുകളിലേക്ക് പോലും സോഷ്യൽ മീഡിയ അത്രത്തോളം എത്തുകയും ഒരു വശത്ത്, മറുവശത്ത് പുതിയ അല്ലെങ്കിൽ എല്ലാം അറിയുന്ന പിന്നെ ചിന്തിക്കുന്ന ബുദ്ധികളുള്ള ആളുകൾക്ക് അതേ സോഷ്യൽ മീഡിയ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന രൂപത്തിൽ വലിയ വെല്ലുവിളികളാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, അല്ലെ? ഇതിലിപ്പോ സംസാരം കേൾക്കുന്ന ഉമ്മമാർക്ക് നന്നായിട്ട് അറിയാം. പണ്ട് നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് എന്നുള്ള ഒരു സമയം ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല കാലം. ഇപ്പോ നമ്മുടെ ചെറുപ്പകാലത്തിന് മുമ്പ് നമുക്ക് ആലോചിക്കാം. കുറച്ച് ചരിത്രാതീത കാലം മുതൽ നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ പിന്നെ അവന്റെ ഒരു വികസനം എന്നുള്ളത്, അവന്റെ ഒരു മുന്നോട്ടുള്ള ജീവിതം, അത് മാറിയത് പലപ്പോഴും ചില നാഴികക്കല്ലുകളിലൂടെയാണ്. ചരിത്രത്തിൽ പറയാറുണ്ട്, ചക്രം കണ്ടുപിടിക്കുന്നത് വലിയൊരു വിപ്ലവമായിരുന്നു.
ചക്രം ചക്രം കണ്ടുപിടിക്കുക എന്നത് ഭയങ്കരമായ ഒരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം ഒരു ഭാരമുള്ള സംഗതി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു ടാസ്ക് ആയിരുന്നു. അങ്ങനെയാണ് ആ സമയത്താണ് ചക്രം കണ്ടുപിടിച്ചു വരുന്നത്. ചക്രം കണ്ടുപിടിച്ചപ്പോൾ ഭാരത്തെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമായി മാറി. പിന്നീടാണ് മനുഷ്യന് ആ ഭാരം പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ട് മനുഷ്യന് പോയിക്കൂടാ എന്ന് ആലോചിച്ചുകൊണ്ട് അത് 2 ചക്രമാക്കി അല്ലെങ്കിൽ 4 ചക്രമായിട്ടൊക്കെ വാഹനത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പതിയെ 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 മാറി മാറി അവന്റെ വാഹനങ്ങൾ അത് 2 ചക്രവും 4 ചക്രവും ഒക്കെ മാറി പിന്നെ ട്രെയിനുകളും ഫ്ലൈറ്റുകളും കപ്പലുകളൊക്കെമായി ഇതിപ്പോ ബഹിരാകാശത്തേക്ക് പോലെ യാത്ര ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഒരു ആവിർഭാവം നമ്മൾ ആലോചിക്കേണ്ടത്. എന്നൊരു ചരിത്രവശമുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് കാലത്ത് പിന്നെ ഇപ്പോ പ്രവാചകന്മാരുടെ കാലത്തൊന്നും ഇത്രത്തോളം എഴുത്തും വായനയും പോലും അറിയുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തൊക്കെ ആളുകൾ പലപ്പോഴും അവർക്ക് പിന്നെ ഒരു 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 വിഷയം മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണമെങ്കിൽ വാക്കുകളിലൂടെ വായ്ത്താരകളായിക്കൊണ്ട് ഒരാൾ മറ്റൊരാൾ പറയും, മറ്റൊരാൾ വേറെ ആൾ പറയും, ഇങ്ങനെ പറഞ്ഞ് 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 പോകേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുക എന്ന് മാത്രമല്ല, ആ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ ആശയങ്ങൾ ചോർന്ന് 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 ഏറ്റവും അവസാനത്തെ ആളിലേക്ക് എത്തുമ്പോൾ അത് തീരൊട്ടുമില്ലാത്ത, ആദ്യം പറഞ്ഞ ആൾ പറയതേ ആവില്ല, അവസാനത്തെ ആൾ കേൾക്കുന്നുണ്ടാവാം. ഈ ഒരു പ്രശ്നം അന്ന് ഉണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. എന്നാൽ അതിനുശേഷം പിന്നെ മനുഷ്യൻ തന്നെ പല മാർഗങ്ങൾ കണ്ടുപിടിച്ചു. ഇത് ലിഖിതമാക്കി എഴുതപ്പെടണം എന്നാലോചിച്ചുകൊണ്ട് പിന്നെ എല്ലിലും തോലിലും ഉള്ളിലും കല്ലിലും ഒക്കെ ഈ സാധനം എഴുതാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ ആയിരുന്നില്ലേ? നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അന്ന് ഈ പറഞ്ഞതുപോലെ പ്രിന്റിംഗ് പ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഖുർആൻ എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകന്റെ കാലശേഷം അന്ന് ഉണ്ടായിരുന്ന എല്ലാ പിന്നെ എല്ലുകളിലും തോലുകളിലും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഖുർആൻ ക്രോഡീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അന്നും അതായിരുന്നു സാഹചര്യം. അങ്ങനെ ക്രോഡീകരിക്കപ്പെടുന്ന രൂപത്തിൽ നിന്ന് മാറി പിന്നീട് ചൈനക്കാർ പിന്നെ പേപ്പർ കണ്ടുപിടിച്ചു. പേപ്പർ കണ്ടുപിടിച്ച് പിന്നെ അത് പ്രസ്സായി, പ്രസ്സുകളിൽ നിന്ന് പുസ്തക രൂപത്തിലേക്കായി, അങ്ങനെ ഒരുപാട് വികാസം പ്രാപിച്ചുകൊണ്ട് അത് പിന്നീട് ഈ ഒരു ആശയം മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരുപാട് കാലത്തെ പരിശ്രമത്തിലൂടെ മനുഷ്യന്റെ ചിന്തകളിലൂടെയും മറ്റൊക്കെ ഉണ്ടായി വന്നൊരു സംഗതിയാണ്. ഇത് ഞാനിപ്പോ പറയാൻ കാരണം, ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യനങ്ങനെ പല രൂപത്തിലുള്ള പല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ ചട്ടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ആശയവിനിമയം ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ്. നമുക്കറിയാം പിന്നെ ഖുർആൻ നമ്മൾ നിരന്തരം ഓതുന്ന ഒരു ആയത്താണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്ത് അനുഗ്രഹമാട്ടെ, അത് പണ്ടില്ലാത്ത ഇന്നുള്ള അനുഗ്രഹങ്ങൾ. ഇന്ന് നിങ്ങൾ കാലം മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ശാസ്ത്രം നന്നായി വികസിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യൻ അതിന്റെ ഏറ്റവും പിന്നെ ശാസ്ത്രത്തിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ എത്തി എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ അഹങ്കരിക്കുന്നില്ലേ? ഈ സമയമാണെങ്കിൽ പോലും നമ്മൾ ഒരു വിശ്വാസി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ നിങ്ങൾക്കുള്ളത്, ആ അനുഗ്രഹത്തെ പറ്റി എല്ലാം നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതേ വിഷയമാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ എന്ത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ആസ്വദിക്കുന്നതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ലതുസ്അലുന്ന, തീർച്ചയായും നിങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം AI റോബോട്ടിക്സും ഒക്കെ ടെക്നോളജി, നാനോ ടെക്നോളജി ഒക്കെ ഏറ്റവും ഏറ്റവും പിന്നെ വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒറ്റ ഹദീസ് കൂടി ഞാൻ ആമുഖമായിട്ട് പറയാം. നമ്മളാരും കേട്ടുള്ള ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ഇഗ്തനിം, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഹംസൻ ഖബല ഹംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ. അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് അത്രമേൽ പ്രസക്താണ്. സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ആ പറഞ്ഞ 5 കാര്യങ്ങളും ഇന്ന് അത്രമേൽ പ്രസക്താണ്. ഒന്ന്, ശബാബക ഖബല ഹറമിക്, നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തുക. വസിഹതിക ഖബല സഖമിക്, നിങ്ങളുടെ പിന്നെ ആരോഗ്യമില്ലാത്ത അവസ്ഥയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. വഗിനാക ഖബല ഫഖരിക്, ദാരിദ്ര്യത്തിന് മുമ്പ് നിങ്ങളുടെ ഐശ്വര്യതയെ അല്ലെങ്കിൽ സമ്പന്നമായ അവസ്ഥയെ ഉപയോഗപ്പെടുത്തുക. വഫറാഗക ഖബല ശുഗ്ലിക്, ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തുക. വഹയാതക ഖബല മൗതിക്, നിങ്ങളുടെ ജീവിതം മരണത്തിന് മുമ്പ് അതിനെയും ഉപയോഗപ്പെടുത്തുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാവേണ്ട ചിന്ത, ഏതെല്ലാം കാലത്ത് പിന്നെ കാലം ഇങ്ങനെ മുന്നോട്ട് പോയി നമുക്കെല്ലാം എളുപ്പമാകുന്ന നമ്മുടെ വിരൽത്തുമ്പുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ആലോചിക്കേണ്ടത് അതിനൊക്കെ നമുക്ക് ഇനി വരാനുള്ള ഒരു കാലത്തിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്താൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് നമ്മളിങ്ങനെ മനസ്സിലാലോചിക്കേണ്ടത്. ഒരു ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഒരു വിശ്വാസി ആലോചിക്കേണ്ടതും
അവന്റെ സംസാരത്തിലും ചിന്തകളിലും ആലോചനകളൊക്കെ എപ്പോഴും വരേണ്ടതും ഇൻഷാ അല്ലാഹ് ഇനി വരാവുന്ന ഒരു കാലത്തേക്ക്, അടുത്തൊരു കാലത്തേക്ക് ഇപ്പോൾ ഉള്ള ഈ അനുഗ്രഹങ്ങൾ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നൊരു ചിന്തയായിരിക്കണം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. ഇന്നത്തെ ഒരു കാലത്തിന്റെ പ്രത്യേകത, നമ്മൾ ഒരുപാട് ഇസ്ലാം വിമർശനങ്ങൾ കാണുന്നുണ്ട്. ഇസ്ലാം ആകുന്ന ഈ യഥാർത്ഥ മതത്തിനെതിരെയുള്ള ഒരുപാട് വിമർശനങ്ങൾ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ടൂൾ ആയിക്കൊണ്ട്, ഒരു വേദി ആയിക്കൊണ്ട് നമ്മൾ കാണുന്നതും സോഷ്യൽ മീഡിയയാണ്. പണ്ട് കാലത്തെ പോലെ പിന്നെ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. ഒരുപക്ഷെ ഈ ഒരു സംസാരം പോലും യൂട്യൂബിൽ വെച്ച് കേൾക്കുന്ന എത്രയോ അധികം ആളുകൾ ഉണ്ടാവും. യൂട്യൂബിൽ കേൾക്കുക എന്നത് വളരെ എളുപ്പമാണ്. ഒരു സംസാരം റെക്കോർഡ് ചെയ്യുന്നു, യൂട്യൂബിലേക്ക് വിടുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും അതേ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ടൂൾ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ആണ്. പലപ്പോഴും ഈ ചായക്കടകളിൽ നിന്നുള്ള ചർച്ചകൾ, അതിൽ പോലും ഇസ്ലാം വിമർശനം വരുന്നുണ്ട്. എവിടെയെല്ലാമാണോ ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ സാധിക്കുന്നത് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് അന്താരാഷ്ട്ര ചർച്ചകളായിക്കോട്ടെ, ചാനൽ ചർച്ചകളാവട്ടെ, ചെറിയ ചായക്കടയിലെ പെട്ടിക്കടയിലെ ചർച്ചകളാവട്ടെ, അവിടെയൊക്കെ ഇസ്ലാം വിമർശനവും വരുമ്പോൾ നാം ആകുന്ന വിശ്വാസിക്ക്, ഞാൻ ഈ പറഞ്ഞ രണ്ട് വശങ്ങളിലും സോഷ്യൽ മീഡിയയുടെ എല്ലാവിധ ദൂഷ്യഫലങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റൊരവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്കൊരിക്കലും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് എന്റെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണല്ലോ. ആലോചിച്ച് നോക്കൂ. അതല്ലേ ഒരു ബുദ്ധിയുള്ള ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. ഈ സോഷ്യൽ മീഡിയ എങ്ങനെ എന്റെ ഇഹപര വിജയങ്ങൾക്ക് അനുകൂലമാക്കാം. ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയ എങ്ങനെ എനിക്ക് പരലോകത്തേക്ക് ഗുണകരമാക്കാം എന്നതാണ് ബുദ്ധിയുള്ള നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ വളരെ ഓപ്പൺ ആയ ഒരു കാര്യം പറഞ്ഞാല്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം നമുക്ക് കഴിയില്ല, അല്ലെ? സോഷ്യൽ മീഡിയ എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, അത് ഫേസ്ബുക്കിനെ പറ്റിയാ പറയുന്നത്, അത് ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്നാപ്ചാറ്റിനെ പറ്റിയ, ട്വിറ്ററിനെ പറ്റിയാണ്. ഇതൊന്നുമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് കൂടി ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഗണത്തിൽ കൊണ്ടുവരാം എന്നാണ് പുതിയ കാല പഠനങ്ങൾ പറയുന്നത്. വേറൊന്നുമല്ല, നമുക്കൊക്കെ ഈ ഇപ്പോ ഞാൻ ഈ സമയത്ത് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇതൊന്നും എനിക്ക് വേണ്ടി പറയുന്ന കാര്യമില്ല, പുതിയ കാലത്തെ കുട്ടികളുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, അവർക്കാണ് ഇന്നത്തെ വിഷയമൊക്കെ ഉപകാരപ്പെടുക എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഉണ്ടല്ലോ, ഒരുപക്ഷെ ഈ പ്രോഗ്രാം കേൾക്കാൻ സൂം ലിങ്ക് നമുക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ഒരു വാട്സപ്പിലേക്ക് വന്നിട്ട് ഒരു ഗ്രൂപ്പിലേക്ക്, ഈ വാട്സപ്പ് ഒരുപക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഒന്ന് ആലോചിക്കുന്നുണ്ടാവും, ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയക്കും എന്ത് ചതിക്കുഴിയുള്ളത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഈ വാട്സപ്പിലൂടെ പോലും ഞാൻ ഈ പറയാൻ പോകുന്ന കുറെ ചതിക്കുഴിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നന്മകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് സോഷ്യൽ മീഡിയ അല്ല, മറ്റെന്ത് വിഷയമാണെങ്കിലും നന്മകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാര്യം. കാരണം അതിന്റെ പുണ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് സൂം ലിങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആരോ ഉണ്ടാക്കിയ ഒരു സൂം ലിങ്ക്, ആരോ ഉണ്ടാക്കിയ ചില പോസ്റ്ററുകൾ, ആരോ ഉണ്ടാക്കിയ ചില ഈ പ്രോഗ്രാമിന്റെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണല്ലോ. വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പിലെ സ്റ്റാറ്റസോ സ്റ്റോറിയോ എന്തോ ആവട്ടെ, നമുക്ക് ഒരാൾ മറ്റൊരാൾക്ക് ഈ ഒരു ആശയം അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ ആശയവിനിമയം നടത്തണം. ഇങ്ങനെയാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന പുണ്യം എത്രയാണ്, അല്ലെ? ആലോചിച്ച്, ഈ ഒരു പ്രോഗ്രാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഇത്തരം നന്മയാർന്ന പ്രോഗ്രാമുകൾ നമ്മൾ കാരണം മറ്റൊരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന പുണ്യം എന്നുള്ളത് അതൊരിക്കലും നമ്മൾ ഏത് വ്യക്തിക്കാണോ അയച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് അതിലൂടെ ലഭിക്കുന്ന പുണ്യത്തിന്റെ അതേ അളവിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ആരാണോ ആ കർമ്മം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അതേ പുണ്യം, അതേ പ്രതിഫലം ഈ അയച്ചു കൊടുത്ത വ്യക്തിക്കും, ഈ സന്ദേശം എത്തിച്ച വ്യക്തിക്കും കിട്ടും എന്നുള്ളതാണ്. വലിയൊരു ഓഫർ അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാട്സപ്പ് ഒക്കെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഈ ലിങ്ക് ഫോർവേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കാരണം എന്തോ ഒരു പുതിയ നന്മ തുടങ്ങാൻ. പഠിച്ചു, ഒരുപക്ഷെ ഇത്തരം ഒരു പ്രോഗ്രാമിൽ ഒരു വ്യക്തി പ്രോഗ്രാമിൽ കയറുകയും ആ വ്യക്തി ഈ പ്രോഗ്രാമിൽ കേട്ടത് പ്രകാരം നമസ്കാരം തുടങ്ങുകയും, അല്ലെങ്കിൽ തന്റെ നമസ്കാരത്തിൽ ഏതോ ഒരു ഭാഗം അത് ക്ലിയർ ചെയ്യുകയും. ഇപ്പോ ആ വ്യക്തിക്ക് അറിയില്ല, നമസ്കരിക്കുമ്പോൾ നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നോക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെ? സുജൂദിന്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്, അതല്ലാതെ റുക്കുവിന്റെ ഭാഗത്തേക്കോ കൈവിരലുകളോ വിരലുകളോ അല്ല നോക്കേണ്ടത്. റുക്കുവിന്റെ ഭൂമിയും കൊണ്ടാണ് നോക്കേണ്ടത്, സുജൂദിന്റെ ഭാഗത്തേക്ക് തന്നെയാണ്, ഒരു സംശയമില്ല, അല്ലെ? പക്ഷെ നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ഈ അറിവ് അറിഞ്ഞോളുന്നില്ല. അപ്പൊ നമ്മൾ ക്ഷണിച്ചൊരു പ്രോഗ്രാമിൽ കയറിയിട്ട് ഏതോ ഒരു വ്യക്തി അദ്ദേഹം ഈ കാര്യം അറിഞ്ഞു എന്ന് വിചാരിക്കുക. അദ്ദേഹം ഇതിനു ശേഷമുള്ള എല്ലാ നമസ്കാരങ്ങളിലും ആ വ്യക്തി ഒരുപക്ഷെ അങ്ങനെയാണ് നമസ്കരിക്കുന്നത്.
സുജൂദിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് അദ്ദേഹം തിരുത്തിക്കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കാരണമാണ് ആ വ്യക്തി ആ നന്മയിൽ ഭാഗമായതെങ്കിൽ നമുക്ക് ആ പുണ്യം, അദ്ദേഹത്തിന്റെ പുണ്യത്തിന് ഒട്ടും കുറയാത്ത രൂപത്തിൽ നമുക്കും കിട്ടും എന്നുള്ളതാണ്. എത്ര വലിയ ഓഫറാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നന്മകൾക്കുള്ള എല്ലാ സാധ്യതകളും ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്തുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പിന്നെ ആയത്തിനെ പറ്റി ഫലഹു അജ്രി ഫാഇലി എന്നുള്ള ഇതിനെപ്പറ്റി ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അത് വാക്കാവട്ടെ, എഴുത്താവട്ടെ, ആംഗ്യമാവട്ടെ, എന്തുമാവട്ടെ, അത്തരത്തിലൊരു നന്മ നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ആ കൂട്ടത്തിൽ അതിന്റെ പുണ്യം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ നന്മയുടെ ലോകത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ട്, ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്, ഞാൻ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മിക്സ് ആയിക്കൊണ്ടാണ് പറയുന്നത്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. രണ്ട്, നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം നമ്മുടെ സമയത്തെ അനാവശ്യമായി ഇത് അപഹരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെ? ഇപ്പൊ വാട്സപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മാറ്റി നിർത്താം. വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടാവും. നമുക്ക് വേണ്ടതും വേണ്ടാത്തതും, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും, നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ പല ഗ്രൂപ്പുകളിലും നമ്മൾ ഉണ്ടാവും. അവിടെയൊക്കെ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. നമുക്കിപ്പോ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും തുറന്നു നോക്കുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ടാവും. ഇങ്ങനെ തുറക്കുന്നത് മറ്റെന്തോ ആവശ്യത്തിനായിരിക്കും, പക്ഷെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മറ്റേതൊക്കെയോ ലോകത്തായിരിക്കും. അല്ലെ? പലരും അതിനൊരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഇപ്പൊ പുതിയ കാലത്ത് കുട്ടികളൊക്കെ പലപ്പോഴും നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ, പള്ളിയിൽ നമസ്കാരം ശ്രദ്ധിച്ചാൽ മതി, നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ആദ്യം എടുക്കുക അസ്തഗ്ഫിറുല്ലാഹ് എന്തോ ഫോണിൽ നോക്കി പറയേണ്ട അവസ്ഥ. സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോൺ എടുക്കുന്നത്, നമ്മൾ സാധാരണ നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ലേ മൂന്നോടെ പറയാറുള്ളത്. അതിനെന്തോ അത് നോക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്ന അവസ്ഥ പോലെ ഭയങ്കരമായ അഡിക്ഷൻ. സലാം വീട്ടി ആദ്യം എടുക്കുന്നത് ഫോണാവുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഫോൺ ചാർജിന് കുത്തി കഴിഞ്ഞാൽ ആ ചാർജ് കുത്തി എന്തിപ്പോ ഈ ചാർജ് തീരാത്തത്, വേഗം ഫുൾ ആവണില്ലല്ലോ, എത്ര നേരമായി ചാർജ് കുത്തിയിട്ട് എന്ന് തുടങ്ങി ഇപ്പോ സൂപ്പർ പവർ ചാർജിങ് ഒക്കെയാണ്, മിനിറ്റുകൾ കൊണ്ട് ചാർജ് ഫുൾ ആവുന്നൊക്കെയാണ്. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ തേടി പോകുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഈ പിന്നെ സോഷ്യൽ മീഡിയ മാറ്റി നിർത്തിയാല് ഫോൺ വരാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് യാത്ര ചെയ്യാറുണ്ട് അല്ലേ? യാത്ര ചെയ്യുമ്പോൾ ഒരു റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ചില ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ എന്നെ ഇന്നാൾ വിളിച്ചെങ്കിലോ, വിളിച്ചപ്പോ ഞാൻ എന്താ കാണിക്കുക, അയാൾക്ക് എന്നെ കിട്ടില്ലല്ലോ, ഈ സമയത്ത് ഞാൻ അവൈലബിൾ ആവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുള്ള ടെൻഷൻ. അപ്പൊ ഏതെല്ലാം നിലയ്ക്ക് ഇത് ടെൻഷൻ ഉണ്ടാവും, അതൊക്കെ ഇപ്പൊ ഇന്ന് നമ്മൾ ഞാൻ പറയുന്നത് ഒരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് സംഗതി എത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അപകടം. പലപ്പോഴും ഈ കുട്ടികളൊക്കെ പുതിയൊരു കാലത്ത് നമ്മൾ കാണുന്നുണ്ടാവും, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി യൂട്യൂബ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പിന്നെ യൂട്യൂബിൽ നിന്ന് തോണ്ടി 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 പോകുമ്പോൾ കുട്ടി മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം ഫുള്ള് കഴിക്കുമല്ലോ എന്ന ധാരണയിൽ യൂട്യൂബ് തോണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് അത്തരം ഒരു ഫീലിംഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് ഈ റീലുകൾ തോണ്ടി തോണ്ടി പോകാനും ആ കുട്ടികൾക്ക് ഒരു മടി ഉണ്ടാവില്ല. ചെറിയ പ്രായം മുതൽ തന്നെ ഇതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് റീലുകൾ തോണ്ടി അതിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാവാൻ ഒരു മടി ഉണ്ടാവില്ല. ഈ റീൽ ഇങ്ങനെ കാണുന്ന കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ, ഇപ്പോ ഒരു 10 മിനിറ്റ് പിന്നെ ഈ റീൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ചെറിയ ഷോർട്ട് വീഡിയോകൾ, ആ വീഡിയോകൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് തോണ്ടി കഴിഞ്ഞാൽ അടുത്ത് വരും, അത് കഴിഞ്ഞാൽ അടുത്ത് വരും, ഇങ്ങനെ വരും. ഇങ്ങനെ തോണ്ടി തോണ്ടി പോകുന്ന ആളോട് നമ്മൾ ചോദിച്ചാൽ ഒരു 10 മിനിറ്റ് റീൽ കണ്ടിട്ട് എന്താ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ കുറെ വീഡിയോ അങ്ങനെ കണ്ടു, അല്ലാതെ ഇപ്പൊ എന്താ ഏതാണെന്നില്ല, കുറെ വ്യത്യസ്ത മെസ്സേജുകളാണല്ലോ എന്നൊക്കെ ഈ കാരണം പറയണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലാതെ ക്രിയാത്മകമായിട്ട് ഉപകാരമുള്ള എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഉത്തരവും ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഈ ഫോൺ തുറക്കുക എന്നത് ആവറേജിന് 52 തവണയോളം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഫോൺ അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നമ്മളൊരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ എന്ന് വെച്ചാൽ പ്രായമായ സ്ത്രീകളായതുകൊണ്ട് നമ്മളായിരിക്കും അതിൽ പോകുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ മക്കൾ, പുതിയ തലമുറ, അവർ അത്തരം അഡിക്ഷൻ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ട ആളുകൾ നമ്മൾ തന്നെയാണ്. അത് എവിടെയാണോ നിയന്ത്രിക്കാൻ കഴിയുക അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയണം. പല പല പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും പുതിയ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളെക്കാൾ, മയക്കുമരുന്നുകളെക്കാൾ പ്രഹരശേഷി കൂടുതലാണ് ഇത്തരം പുതിയ കാല സോഷ്യൽ മീഡിയ കൾച്ചർ എന്നുള്ളത്. ആലോചിക്കൂ, എത്ര ഗുരുതരമാണ് വിഷയം. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതിന് ഒരു ഉദാഹരണമായിട്ട് പറയാറുള്ളത്, ആഹ് ഒരു ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ അടുത്ത റീൽ അതേ വിഷയത്തിലാവില്ലല്ലോ, മറ്റൊരു വിഷയത്തിലാവും. അത് കഴിഞ്ഞാൽ അടുത്തൊരു റീൽ വേറൊരു വിഷയത്തിലാവും. ഈ ഒരു റിയൽ ടൈം പറയുന്നത് 3 സെക്കൻഡാണ്. 3 സെക്കൻഡ് ഒരു വീഡിയോ കണ്ടാൽ അത് 3 സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് അടുത്ത വീഡിയോക്ക് മാറ്റും. അല്ലാതെ 3-ലധികം സെക്കൻഡ് കാണാൻ ഒരാൾക്കും താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെ 3 സെക്കൻഡിനുള്ളിൽ ഒരു വീഡിയോ കണ്ട് അടുത്ത വീഡിയോക്ക് പോയി, അടുത്തേക്ക് പോയി, ഇങ്ങനെ മാറി 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 തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഒരു സന്തോഷമുള്ള വീഡിയോ ആയിരിക്കും, എന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം കാണാൻ വിചാരിക്കുക. രണ്ടാമത്തെ വീഡിയോ കാണുമ്പോൾ അത് പെട്ടെന്ന് ഒരു ആക്സിഡന്റിന്റെ ഒരു വീഡിയോ ആണ് വിചാരിക്കുക. അപ്പോൾ ഒരു വികാരം മാറിയല്ലോ, ആദ്യം സന്തോഷമായിരുന്നു, രണ്ടാമത് പേടി വന്നു.
മൂന്നാമത്തെ വീഡിയോ വന്നപ്പോൾ പിന്നെ എന്തോ ഒരു ഒരു മരണ വീഡിയോ, ഒരു സങ്കടപ്പെടുത്തുന്ന വീഡിയോ ആയി. അപ്പോൾ ആദ്യം സന്തോഷം വന്നു, പിന്നെ പേടി വന്നു, പിന്നെ സങ്കടം വന്നു. അപ്പോൾ 3 സെക്കൻഡ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ വികാരങ്ങൾ മാറണമെങ്കിൽ എന്ത് വേണം? പുതിയ മെഡിക്കൽ പഠനങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ട് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവും. സന്തോഷത്തിന് സെറട്ടോണിൻ എന്നുള്ള ഹോർമോൺ ആണെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമുക്ക് മറ്റൊരു ഹോർമോണാണ് വരുന്നത്, ഇല്ലേ? ഡോപ്പമിൻ പോലത്തെ ഹോർമോൺ വരും. അപ്പൊ ഈ ഹോർമോണിന്റെ വേരിയേഷൻ ഒരു 3 സെക്കൻഡ് സമയം പോലും കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങൾ എത്രത്തോളാണ്? നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പ്രവർത്തനം എത്ര? ഒരു 3 സെക്കൻഡ് കൊണ്ട് വികാരം മാറി 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 ഇങ്ങനെ വന്നുകൊടുക്കുക. ഓരോ റീലിലും ഉണ്ടാകുന്ന അവസ്ഥയും പറയുന്നത്. നമ്മൾ സാധാരണ ഒരാൾ സംസാരിക്കുമ്പോൾ, മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഈ വികാരമാറ്റം സംഭവിക്കുന്നില്ലല്ലോ. എന്നാൽ ഈ പുതിയ കൾച്ചറിന്റെ ഭാഗമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ അറിയിക്കേണ്ടത് ഇതിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇതിനുള്ള മറുപടികളും പരിഹാരങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുള്ള പരിഹാരം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരു മനുഷ്യന്റെയും 2 പാദങ്ങളും മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല എന്നാണ് പരലോകത്ത്. അൻ ഉംരിഹി ഫീമാ അഫ്നാ. അവന്റെ ആയുസ് അവൻ എന്തിൽ ചെലവഴിച്ചു, എന്തിൽ വിനിയോഗിച്ചു എന്നുള്ള കാര്യം, ഈ 4 കാര്യത്തിൽ ഒന്നാണിത്. ഇത് പറയാതെ ഒരു വ്യക്തിക്കും അവന്റെ പാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചു എന്ന് പറയാനാണെങ്കിൽ അവൻ ഒരിക്കലും അതിലൊരു ഒരു നല്ല ഉത്തരമായിട്ട് മുന്നോട്ട് പോകാൻ അവൻ ഒരിക്കലും പരലോകത്ത് ഉപകാരപ്പെടില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അഡിക്ഷൻ ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു തലം. നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റിൽ അഡിക്ഷൻ നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഡിക്ഷൻ ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ മാത്രമൊന്നുമല്ല. ഇസ്ലാം മതപരമായി തന്നെ അഡിക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്, ഇല്ലേ? നമുക്കറിയില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റസൂലിന്റെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. 3 വ്യക്തികൾ കടന്നു വരികയാണ്. അവർ 3 പേരും പറഞ്ഞില്ലേ, ഞാൻ ഇനി മുതൽ രാത്രി ഉറങ്ങില്ല, ഞാൻ നോമ്പ് നോൽക്കില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ 3 ആളുകളുടെ കഥ നമുക്കറിയാലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, എടുക്കാറുണ്ട്, നോമ്പ് വിടാറുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു നിലയ്ക്കും ഒരു അഡിക്ഷൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാത്തിലും ഒരു മിതത്വം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയുടെ വിഷയത്തിലും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പൊ ഒന്ന് പറഞ്ഞ് നന്മകൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കേണ്ടത്. 2, ഇത് നമ്മെ നിയന്ത്രിക്കുന്ന ഈ ടെക്നോളജിയെ പറ്റി പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ പുതിയ കാലത്തെ ടെക്നോളജിയെ പറ്റി പറയാറുള്ളത്, ഇത് നല്ല അനുസരണയുള്ള ഒരു അടിമയാണ്, എന്നാൽ ഇത് ഏറ്റവും മോശമായ ഒരു യജമാനനും കൂടിയാണെന്നാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഈ ടെക്നോളജി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു നല്ല അനുസരണയുള്ള, നമ്മൾ പറഞ്ഞാലൊക്കെ കേൾക്കുന്ന നല്ലൊരു അടിമയാണ്. പുതിയ AI ഒക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ഏറ്റവും മോശപ്പെട്ട ഒരു യജമാനൻ കൂടിയാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ കറന്റ് കട്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ പ്രശ്നമുള്ളത്. ഓക്കെ. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇങ്ങനെ നമ്മളിലൂടെ വരേണ്ട കുറെ പുതിയ നന്മകൾ അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഇപ്പോ ഒരുപാട് അഡിക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. ആ അഡിക്ഷനിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ വലിയ ഗൗരവത്തിലുള്ള വില നമ്മൾ പിന്നീട് കൊടുക്കേണ്ടി വരും. മൂന്നാമതായ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരുപാട് തിന്മകൾ പലപ്പോഴും ഇതിലൂടെ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഹറാമുകൾ, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്ത, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള തിന്മകൾ പലപ്പോഴും ഒരു ട്രാപ്പ് ആയിക്കൊണ്ട് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ നമ്മൾ ഈ സെൽഫോണിനെ പറ്റി പലപ്പോഴും പറയാറുള്ളത്, സെൽഫോൺ ഒരു സെല്ലാണ്, ഒരു ജയിലാണ്. ആ ജയിൽ എന്ന് വെച്ചാല് സെൽ എന്ന് വെച്ചാൽ ജയിലാണല്ലോ. ആ ജയിലിലേക്ക് പോവാണ് നമ്മൾ ഈ സെൽഫോണിലൂടെ ചെയ്യുന്നത് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് അതൊരു നെറ്റാണ്, ഒരു വലയാണ്, അല്ലെങ്കിൽ വെബ് അതൊരു വലയാണ്. അപ്പോൾ നമ്മളെ പല രൂപത്തിലും പിടിക്കാനുള്ള, ട്രാപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലുണ്ട്. ഒന്നിനോട് ഉദാഹരണം മാത്രം പറയാം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ ഒരു വ്യക്തി, സോഷ്യൽ മീഡിയ ഭയങ്കര സജീവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ടെലഗ്രാം എന്ന പുതിയൊരു പ്ലാറ്റ്ഫോം വന്നതോടുകൂടി, ടെലഗ്രാം എന്ന പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ആ ടെലഗ്രാമിലൂടെ വരുന്ന വ്യത്യസ്തങ്ങളായ കണ്ടന്റുകൾ, അതിൽ ഭൂരിഭാഗവും ലൈംഗികമായ രൂപത്തിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള കണ്ടന്റുകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. അതായത് ടെലഗ്രാം എന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ടെലഗ്രാമിലൂടെ ഒരു ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ അതിൽ സെക്ഷൽ ആയിക്കൊണ്ട് സ്ത്രീകളെ, ചെറിയ കുട്ടികളെ, എന്തിനേറെ, ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് അറിയില്ല, ഉമ്മമാരെ പോലും ഒരു കുട്ടി സ്വന്തം ഉമ്മയുടെ ലൈംഗികമായ അശ്ലീലമായ ഫോട്ടോകളും വീഡിയോകളും ചിത്രീകരിച്ച് അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ്. അതിന് മാത്രമായിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട്. സ്വന്തം സഹോദരിമാർ അവർ വസ്ത്രം മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉമ്മമാരിൽ ഒരുപക്ഷെ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ ഈ കുട്ടി വീഡിയോ പിടിച്ച് പോവാണ്. ഇതൊരു കുട്ടിയുടെ അവസ്ഥയല്ല, ഒരുപാട് കുട്ടികൾ. ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്കൊരു അതിശയോക്തിയായിട്ടൊന്നും തോന്നണ്ട. അതിന്റെ എത്രയോ തെളിവുകൾ അവിടെ ഉണ്ട്. യാഥാർത്ഥ്യത്തിലായിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാണ്. മലയാളികളായ കുട്ടികൾ അവരുടെ പലപ്പോഴും ഇതിലൂടെ ഗുണം എന്താ വെച്ചാൽ, അവർക്ക് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ, അവർക്ക് ഒരുപാട് സാമ്പത്തികമായ ലാഭം കിട്ടും.
അവർക്ക് ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് അതിന് എമൗണ്ട് കൊടുക്കാൻ 100,000 ആൾക്കാർ അവരെ കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം പണികൾ എടുക്കുമ്പോൾ അവർ സ്വന്തം ഉമ്മയാണോ സഹോദരിയാണോ എന്ന് പോലും നോക്കാത്ത രൂപത്തിൽ അത്തരം തിന്മകളുടെ ആഴങ്ങളിൽ എത്തിയ എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. നമ്മൾ സൈബർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ചില ക്ലാസ്സുകൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഈ സൈബർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരിപ്പോൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കുടുംബങ്ങളിലെ അത്തരം വിഷയങ്ങളിൽ പോലും സൂക്ഷ്മതയില്ലാത്ത കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്രമേൽ നമ്മുടെയൊക്കെ മക്കളെ പോലും ട്രാപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോഷ്യൽ മീഡിയയുടെ ദൂഷ്യഫലത്തിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അവസ്ഥ പോലും ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊന്നും പോണ്ട. ലൈംഗികമായ ചൂഷണം എന്നുള്ളത് അതൊരു പക്ഷെ നമ്മുടെ മക്കളിലേക്കൊന്നും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ മക്കൾ ഒരു മതപരമായ ചുറ്റുപാടിൽ വളരുന്നവരാണ്. ഒരുപക്ഷെ അവരൊരു ക്യാമ്പസിൽ പോയി ഒരൊറ്റയ്ക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത്തരം മോശമായ കാര്യം അവർ ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കാം. ഒരു സ്ത്രീയെ ആ രൂപത്തിൽ കാണില്ല എന്ന് വിചാരിക്കാം. എന്നാൽ നമ്മുടെയൊക്കെ മക്കളിൽ ഇന്നും കേട്ടു വരുന്ന സംഗതിയാണ്, അവർ പലപ്പോഴും അഡിക്റ്റ് ആവുന്നത്, പലപ്പോഴും അവരുടെ നിലപാടുകൾ വരെ സ്വാധീനിക്കുന്നത് പുതിയ കാല സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ BTS ഒരു പുതിയ ബാൻഡാണ്. കൊറിയയിലുള്ള ഒരു കൂട്ടം ആളുകൾ അവര് ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയതാണ് BTS. അതിൽ ഒരു 7 ആണുങ്ങളാണുള്ളത്. ആ 7 ആണുങ്ങൾ കൊറിയക്കാരായ ആളുകൾ. അവരുടെ പ്രത്യേകത നമുക്ക് അറിയാലോ. അവരൊരു ചിത്രം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് അവർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആ കൊറിയക്കാരായ ആളുകളുടെ ഫാൻസ് ആയിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മക്കൾ പെൺകുട്ടികൾ മാറുകയാണ്. എന്നിട്ട് BTS ആർമി എന്നൊക്കെ പറഞ്ഞ് നടക്കുക. അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമകൾ, കൊറിയൻ സിനിമകളുടെ ഫാൻസായി മാറിയിട്ട് അവസാനം നമ്മൾ കണ്ട വാർത്തയാണ്, കഴിഞ്ഞ ദിവസം കുറച്ച് അധികം വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. കുട്ടികൾ വന്ന് ട്രെയിൻ കയറി പോവുക കൊറിയയിലേക്ക് അവരെ കാണാൻ വേണ്ടി. അതിൽ ഏതോ ഒരു വ്യക്തി, കൊറിയയിലുള്ള ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ഇവിടെ ഭയങ്കരമായ സങ്കടം. ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നവരെ അത് ശ്രമിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ അവരെ പോലും അത്രമേൽ സ്വാധീനിക്കുന്ന ഒരവസ്ഥ ഇത്തരം സോഷ്യൽ മീഡിയകൾക്ക് ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾക്കാണ്. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, നമ്മളെ എല്ലാ നിലയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മൾ മതപരമായ എല്ലാ അന്തരീക്ഷങ്ങളും തുറന്നു കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പോലും ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് നമ്മൾ അതീതരല്ല. നമ്മുടെ മക്കളെ ഈ ഒരു സമയത്ത് വളരെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് നല്ലൊരു ചാൻസ് ആണ്. ഞാൻ പറഞ്ഞത്, റമദാൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്ലാൻ നമ്മൾ ഉണ്ടാക്കേണ്ടത്. റമദാൻ നമ്മൾ തൊട്ടുമുമ്പിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ റമദാനിന് ഒരുങ്ങുന്നത് ഇത്തരം പ്രോഗ്രാമുകളിലൂടെയാണ്. നമ്മുടെ മക്കളോ? ഒന്ന് ആലോചിച്ച് നോക്കുങ്ങള്. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഒരു പക്ഷെ നമ്മൾ നല്ല ഒരു പക്ഷേ ഇത്തരം പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈമാനികമായ പല മാറ്റങ്ങളും വലിയ കുറച്ച് പ്ലാനുകൾ നമുക്ക് ഉണ്ടാക്കും. പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കും. നമ്മുടെ മക്കൾക്ക് പ്ലാൻ ഉണ്ടോ? അത് ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? അത് പകർന്നു കൊടുക്കേണ്ടത് ആരാ? നമ്മൾ തന്നെയല്ലേ. നമുക്ക് ആ ബോധമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നമുക്ക് ചിന്തിക്കാനും കഴിയുന്നതിനും അപ്പുറമുള്ള തിന്മകൾ അത് അവരുടെ അടുക്കിൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ അതിന് അതിന് അത്രത്തോളം നമ്മൾ അതിനോട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. നമ്മുടെ മക്കളും എല്ലാ ചതിക്കുഴികളും അവരെ കാത്ത്, അവരെ ടാർഗറ്റ് ചെയ്ത്, അവരെ ലക്ഷ്യമാക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ചില കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയണം. അവർക്ക് നമ്മുടെ മക്കൾ അവർ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്ന ആളുകളായി മാറാൻ അവർക്ക് കഴിയണം. സ്വന്തം ദേഹേച്ഛകളോട് ജിഹാദ് ചെയ്യാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മുടെ മക്കൾ മാറണം. അതിന് എന്ത് വേണം? ഇപ്പോൾ തന്നെ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാ ചതിക്കുഴികളെ പറ്റിയും പക്ഷേ ഈ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ പോലും മക്കളെ ഒറ്റയ്ക്ക് ഇരുത്തി പറഞ്ഞു കൊടുക്കണം. മോനെ, മോളെ, കുറെ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ, നിനക്ക് അറിയാലോ ഈ കാര്യങ്ങളൊക്കെ, ഇതൊന്നും നമുക്ക് ചേർന്നതല്ല. പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ അനാവശ്യമായി ഒന്നിലേക്കും പോരുത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമുക്ക് ലക്ഷ്യം സ്വർഗ്ഗാണ് കേട്ടോ എന്ന് ചേർത്തിരുത്തി പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമുക്ക് പലതും തോന്നും. ആ തോന്നലനുസരിച്ച് പോകേണ്ട ആളുകളല്ല നമ്മൾ. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ബോധമാണ്. നമ്മുടെ ഹവയ്ക്ക് അനുസരിച്ചുകൊണ്ട് ദേഹച്ചകൾക്ക് പോകേണ്ട ആളുകളല്ല നമ്മൾ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് പോകേണ്ട ആളുകളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞത് ഇതിന്റെ തിന്മകളുടെ ഒരു വശമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈംഗികമായ ചൂഷണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ പെടുന്നില്ല എന്നും നമ്മുടെ മക്കൾ അത്തരം മാർഗത്തിലില്ല എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക. നാലാമത്തെ ഒരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയോടെ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും വാട്സപ്പിലൂടെ ലഭിക്കുന്ന എല്ലാം ശരിയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ റമദാൻ വരികയാണല്ലോ, നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ തന്നെ എത്ര എത്ര തെറ്റായ ഹദീസാണെന്ന പേരിൽ പലപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തെറ്റായ വിദഅത്തുകളാണ് 100% ഉറപ്പുള്ള കാര്യങ്ങൾ, അതിന്റെ പുണ്യവും പോലീശയും ഒക്കെ പറഞ്ഞുകൊണ്ട് എത്രത്തോളം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഇതൊക്കെ ഈ ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ പ്രചരിക്കുന്നത്. ഇതിൽ വീഡിയോകളൊക്കെ ഉണ്ടാക്കുന്നു, ഷെയർ ചെയ്യുന്നു, സ്റ്റാറ്റസ് ആക്കുന്നു, സ്റ്റോറി ആക്കുന്നു. ഇങ്ങനെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയധികം തെറ്റായ വാർത്തകളുണ്ട്. ഇത് ഭൗതികമായ തെറ്റായ കാര്യമാണ്, നമുക്ക് മാറ്റി നിർത്താന്ന് വെക്കാം. ഇപ്പോ ഈ ഇടയ്ക്ക് കൂടി ആരോ സംശയം ചോദിച്ച്, ഒരു ഡോക്ടർമാരായതുകൊണ്ട് ചില സംശയങ്ങൾ ചോദിക്കുമല്ലോ. അത് ചോദിച്ചൊരു സാധനമാണ്, പച്ചവെള്ളം കുടിച്ചാൽ ക്യാൻസർ ഉണ്ടാവുമെന്ന്
ഏതൊരു വാട്സപ്പ് മെസ്സേജ് കണ്ടു, ഫോർവേഡ് കിട്ടിയ മെസ്സേജ് കണ്ടു. അപ്പോൾ അത് ഏതോ കാലത്ത് ഒരു പക്ഷേ 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഫോർവേഡ് ചെയ്യപ്പെടാൻ തുടങ്ങിയ സാധനമാണ്. പച്ചവെള്ളത്തിൽ ക്യാൻസറിന് എന്തോ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഇതിപ്പോഴും ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കൂ, അന്ന് ഈ മെസ്സേജ് ആദ്യം ഉണ്ടാക്കിയ വ്യക്തി ഒരു ഫേക്ക് ന്യൂസ് ആണല്ലോ ഇത്. അദ്ദേഹം ചിലപ്പോൾ തമാശക്ക് ഉണ്ടാക്കിയതായിരിക്കും, ആരെങ്കിലും കളിയാക്കാൻ ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനം ഇന്നും ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആധികാരികത ഉറപ്പിക്കാതെ ഇന്നും ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ വീട്ടിലുള്ള പ്രായമായ ഉപ്പാരെ ആലോചിക്കാൻ മതി. അവർക്ക് കണ്ടുവരുന്ന വലിയ പ്രശ്നമാണിത്. പറഞ്ഞ വാർദ്ധക്യത്തിൽ മറ്റൊരു പണിയില്ലാതിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യാണ്? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. വാട്സപ്പിലും ഫേസ്ബുക്ക് ലിങ്കുകൾ പക്ഷെ ഫോർവേഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ നോക്കിക്കോളൂ നിങ്ങൾ. അതിൽ ഏറ്റവും അധികം ഇത്തരം ലിങ്കുകൾ ഫോർവേഡ് ചെയ്യുന്ന ആരാ നോക്കിയാൽ മതി. പ്രായമായ ആളുകളാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെ ഉപ്പമാർ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ ഉപ്പമാർ, അവരൊക്കെ ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഉമ്മമാർ, അവരൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് അറിയില്ല അത് ശരിയാണോ, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണോ, പുതിയ AI വീഡിയോ ആണോ എന്നൊന്നും അവർക്ക് അറിയില്ല. അവർ കിട്ടിയത് അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഒരു ശരിയായ ഒരു കാര്യമാണോ അല്ലേ എന്ന് ഉറപ്പിക്കാതെ ഒരിക്കലും അത് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ, കിട്ടുന്നത് എന്തും തട്ടുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രമേൽ ശരിയായ വാർത്തകളോടൊപ്പം തന്നെ അത്രമേൽ തെറ്റായ വാർത്തകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഇന്ന് ഇപ്പൊ ഇസ്ലാമിക വശം നോക്കുകയാണെങ്കിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കാനായിട്ടിരിക്കുക. ഒരു തലയെക്കെട്ടും തൊപ്പിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തും പറയാലോ. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിന്റെ ഭാഷയായിക്കൊണ്ട് അത് മാറ്റിയെടുക്കുക. ഇതൊരിക്കലും നമുക്ക് ചേർന്നതല്ലല്ലോ. ഫത്വ തന്നെ കൊടുക്കുക വാരി കൂരിയിട്ട്. റമദാൻ ആകുമ്പോൾ ചില പുതിയ ഫത്വകൾ വരും. ഇപ്പോ റമദാനിൽ കുറെ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ മരുന്ന് ഒറ്റിച്ചാൽ നോമ്പ് കുറയോ, അല്ലെങ്കിൽ ബ്ലഡ് കയറ്റിയാൽ നോമ്പ് കുറയോ, പിന്നെ ഗ്ലൂക്കോസ് കയറ്റിയാൽ നോമ്പ് കുറയോ, അങ്ങനെ കുറെ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിന്റെ മറുപടികൾ നിങ്ങൾക്ക് അവിടെ പ്രാമാണികമായി തന്നെ ഇത്തരം പ്രോഗ്രാമിലൂടെ കിട്ടും. ഞാൻ പറഞ്ഞ ഇതിനൊക്കെ മറുപടി കൊടുക്കാനായിട്ട് ചില ആൾക്കാർ തലക്കെട്ടൊക്കെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് രാത്രി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ചോദ്യങ്ങൾ വരുന്നു, ഉത്തരം പറയുന്നു. അവർക്കത് പറയാനുള്ള യോഗ്യത ഉണ്ടോന്നോ, അത് എവിടെന്നാ എന്ത് സോഴ്സ് എന്നാ പറയുന്നതോ ഒന്നും വിഷയമല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനായിട്ട് കുറച്ച് ഫത്വകൾ കൊടുക്കുന്ന ആൾക്കാരായിട്ട് അത് വീഡിയോ ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്ത് തരം ഫത്വ കിട്ടിയാലും അല്ലെങ്കിൽ എത്ര വലിയ പണ്ഡിതാന്ന് പറഞ്ഞാൽ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഏറ്റവും ആരോടും ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിച്ചിട്ട് ഇത് ശരി തന്നെയാണല്ലോ അല്ലെ, നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പൊ തെറ്റായ കാര്യങ്ങൾ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ഫേക്കായി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാർദ്ധക്യത്തിലെത്തിയ ആളുകളാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആധികാരികത ഉറപ്പുവരുത്താതെ പല കാര്യങ്ങളിലും പെട്ടുപോകുന്നത്. ഈ പ്രായമായ ആൾക്കാരുടെ കാര്യത്തിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് നേരത്തെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. ഇത് പ്രായമായ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അപകടം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തലാസത്തു ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യുക്കല്ലിമുല്ലാഹ്, അത്തരം ആളുകളോട്, 3 തരം ആളുകളോട് അള്ളാഹു സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവർ അള്ളാഹു നന്നാക്കുകയുമില്ല. 3 തരം ആളുകൾ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ആ 3 തരം ആളുകൾ പറഞ്ഞില് ഒന്നാമത്തെ ആളുകൾ ആരാന്ന് അറിയുന്നത്? അതിലൊരു വിഭാഗം ആളുകൾ വൃദ്ധനായ വ്യഭിചാരി എന്നുള്ളതാണ്. വൃദ്ധനായ വ്യഭിചാരി. നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, വാർദ്ധക്യത്തിൽ വ്യഭിചരിക്കുക, ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കറിയാം വ്യഭിചാരം എന്നുള്ളത് അത് ശാരീരികമായി ചെയ്യുന്ന വ്യഭിചാരം മാത്രമല്ല. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്, അല്ലെ? ഇങ്ങനെ മനുഷ്യന്റെ പല അവയവങ്ങൾ കൊണ്ട് വ്യഭിചാരമുണ്ട്. അപ്പോ കാഴ്ച കൊണ്ട് ഒരുപക്ഷെ വ്യഭിചാരം ചെയ്യുന്ന വൃദ്ധനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന അത്ര വലിയ അക്രമമാണെന്നുള്ളതാണ്. മനുഷ്യ അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു നന്നാക്കാത്ത ആളുകളായിട്ട് പ്രായമായ വ്യഭിചാരികളായ ആളുകൾ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കൂട്ടത്തിൽ ഇത് പുരുഷന്മാരെ പറ്റി മാത്രമല്ല പറഞ്ഞത്, അതിൽ സ്ത്രീകളായ നമ്മൾ ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വികാരങ്ങളും അത്തരം കാര്യങ്ങൾ പെട്ടുപോകുന്ന, നമ്മളെ ഇരയാവുന്ന രൂപത്തിലുള്ള കാര്യം നമ്മൾ പെടുന്നില്ല എന്ന കാര്യം, അതായത് ചങ്ങലയ്ക്കാണ് ഭ്രാന്ത് പിടിക്കാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നില്ല എന്ന കാര്യം ഗൗരവത്തിൽ ഉറപ്പിക്കാം. ഈ സോഷ്യൽ മീഡിയ അത്തരം ട്രാപ്പുകളിൽ പോലും നമ്മളെ പെടുത്തും. വെച്ചു നമ്മൾ എന്ന് വെച്ചാല് ഒരു ഒരു എത്രത്തോളം നമ്മൾ കേസുകൾ കേൾക്കുന്നുണ്ട്. പഴയ പൂർവ്വ വിവാഹ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ 10ാം ക്ലാസ്സിന്റെ ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ +2ന്റെ ഗെറ്റ് ടുഗദർ, ആ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആളുകൾ ഒളിച്ചോടുക. 1-2 മക്കളൊക്കെ ഉണ്ടായിട്ട് ഒളിച്ചോടുന്ന അവസ്ഥ, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതിലൊരു ആസ്വാദനം കൊണ്ടുവരികയാണ്. ഇതിൽ എന്ത് തന്നെ വാർത്ത എന്ത് തന്നെ അത്തരത്തിൽ കിട്ടിയാലും അതിലേക്ക് ഇങ്ങനെ ഇപ്പൊ പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ ചിലതിങ്ങനെ അവരെ പറ്റിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ അറിയിക്കേണ്ടത് ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇസ്ലാം എന്നോ പറഞ്ഞു വെച്ചതാണ്. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും അവർ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സംസാരിക്കാൻ പറ്റില്ല. എത്രത്ര ചെറിയ കുട്ടികൾ ഈ പ്രണയ വിവാഹങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്, പ്രണയ കുരുക്കിൽ പെട്ടുപോകുന്നുണ്ട്, അല്ലെ? അന്യമതസ്ഥനുമായിട്ടൊക്കെ സംസാരിച്ച് ഇടപഴകി അവരുമായിട്ടൊക്കെ പല ബന്ധങ്ങൾ ഉണ്ടാക്കിയ ശേഷം അവരുടെ മതത്തിലേക്ക് അവർ മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ ഇസ്ലാം പറഞ്ഞ മൂല്യം എന്നുള്ളത് അത് ഹറാമാണെന്നുള്ള കാര്യം, അത് നേരിട്ടുള്ള കാര്യം മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഹറാമാണ്.
നേരിട്ടൊരു ആ, ആ, ഒരു 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 അന്യപുരുഷൻ അന്യ സ്ത്രീയും പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കരുത്, മൂന്നാമനായി പിശാച് ഉണ്ടാവുന്ന പറഞ്ഞത് അല്ലെ. അതേപോലെ സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അത് നമ്മൾ എത്ര പൂർവ്വ വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ് ഒപ്പം പഠിച്ചവനാണ്, അത് ഏറ്റവും നല്ല മനുഷ്യനാണ്, നമുക്ക് എല്ലാ നന്മയും പറഞ്ഞിരുന്ന ഉസ്താദാണ് എന്ന് പറഞ്ഞാൽ പോലും പ്രിയമുള്ളവർ നമ്മൾ ചിന്തിക്കണം, അത് ഹറാമായ ഒരു സംസാരമാണ്. നേരിട്ട് ഹറാമാണോ, സോഷ്യൽ മീഡിയയിൽ ഹറാമാണ്. ചാറ്റിങ്ങും അത് ചീറ്റിയിലേക്ക് എത്തിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നിലപാടുള്ള ആളുകളായി മാറണം. നമ്മുടെ നിലപാട് പിന്നെ തീരുമാനിക്കപ്പെടേണ്ടത് അത് സോഷ്യൽ മീഡിയയുടെ അല്ല, വാട്സപ്പിൽ കിട്ടുന്ന മെസ്സേജിലൂടെ അല്ല നമ്മുടെ നിലപാട് സ്വീകരിക്കേണ്ടത്. ആരോ വായിച്ചു തരുന്ന ഏതോ വീഡിയോ കണ്ടുകൊണ്ടല്ല നമ്മുടെ നിലപാടുകൾ നമ്മൾ ഉറപ്പിക്കേണ്ടത്. നമ്മുടെ നിലപാട് അത് മാതാ ഖാലല്ലാ മാതാ ഖാല റസൂലുള്ളാ, അള്ളാഹും റസൂലും എന്ത് പറഞ്ഞോ അതിലായിരിക്കണം നമ്മുടെ നിലപാട്. സ്ത്രീകൾ എന്ന നിലയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫോട്ടോ നമ്മൾ ഒരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ പോലും ആരെങ്കിലും വാട്സപ്പിൽ നമ്മുടെ DP പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ അത് വെച്ച ആളുകളുണ്ടെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഒഴിവാക്കുക. അതിന്റെ ആവശ്യമില്ല. വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല. തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് അത് പുരുഷന്മാർ വെച്ചാൽ മതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതല്ല സ്ത്രീകളായ നിങ്ങളുടെ പേര് കൊടുക്കാമല്ലോ വാട്സപ്പിൽ. ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും അങ്ങനെ പേര് കൊടുക്കാനുള്ള മെമ്പർ ടാഗിന്റെ ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പേരും നമുക്ക് എന്തെങ്കിലും ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ വെക്കാം. പേര് വെച്ച് തിരിച്ചറിയാലോ. ഇപ്പൊ പുരുഷന്മാർ വെക്കുന്നത് നോക്കി സ്ത്രീകൾ ഒരിക്കലും അത്തരം ചൂഷണങ്ങൾക്ക് നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. കാരണം ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു മുഖവും അല്ലെങ്കിൽ പിന്നെ നേരിട്ട് മറ്റൊരു മുഖമാണ്. നേരിട്ട് സംസാരിക്കുമ്പോൾ എന്തൊരു ഈമാൻ, എത്ര നല്ല പിന്നെ ഇഖ്ലാസുള്ള ജീവിതം എന്ന് ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ അവരൊറ്റയ്ക്കാവുമ്പോൾ അവരുമായിട്ട് ആരൊക്കെയാണോ ബന്ധപ്പെടുന്നത് അവരോടൊക്കെ അനിയന്ത്രിതമായി എല്ലാ ഹറാമുകളിലൂടെയും ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരം വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമ്മുടെ നിലപാടുകൾ വീണ്ടും ഞാൻ പറയാണ്, അതൊരിക്കലും സ്വാധീനിക്കപ്പെടേണ്ടത് സോഷ്യൽ മീഡിയ കൾച്ചറുകൾക്ക് അനുസരിച്ചല്ല. അവിടെ ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വരും. ഒറ്റ ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാവാൻ. വിവാഹം അല്ലെ, വിവാഹാഘോഷങ്ങൾ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടന്നത്? എത്രത്തോളം ആർഭാടമായിട്ടാണ്, ഇന്നത്തെ വാക്കുകൾ പറഞ്ഞാല് അന്നൊക്കെ നടന്നത് വിവാഹം? ഉള്ള സൗകര്യം വെച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് എന്ത് സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ടുള്ളത് അല്ലെ. എന്നാൽ ഇന്നത്തെ വിവാഹം എങ്ങനെയാണ്? അതിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് തൊട്ട് അതൊക്കെ ചടങ്ങുകളാണ് അല്ലെ. പെണ്ണ് കാണുന്നതിന് മുമ്പ്, അതിന്റെയൊക്കെ എത്രയോ മുമ്പ് തന്നെ പിന്നെ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ടാവും. അതിനൊക്കെ ഓരോന്നിനും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അനാവശ്യമായി പൈസ ചെലവാക്കിയിട്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന, അതിനൊക്കെ ഡാൻസും പാട്ടും വീഡിയോ മ്യൂസിക്കും എല്ലാ നിരക്കിലെ ഹറാം പറപ്പുകളും അതിന്റെ കൂടെ ഉണ്ടാവും അല്ലെ. സ്വാഭാവികല്ലേ. അത്തരം ഹറാമുകളിൽ നിന്ന് ഹറാമിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ മക്കളുടെ വിവാഹങ്ങളിലുണ്ട്. ഇതാരുണ്ടാക്കി? ഈ കൾച്ചർ ആരുണ്ടാക്കി? ഇത്തരം ഒരു വിവാഹ കൾച്ചർ ഇസ്ലാമിലുള്ളതാണോ? ആണോ? ഒരിക്കലും അല്ല. സോഷ്യൽ മീഡിയയിൽ റീലുകളിലും യൂട്യൂബിലും ഒക്കെ കണ്ടുവരുന്ന വിവാഹങ്ങൾ അങ്ങനെ കണ്ടിട്ട് നമ്മുടെ വിവാഹം അങ്ങനെ ആവണല്ലോ എന്ന് മക്കൾ ചിന്തിക്കുകയാണ്. അപ്പൊ അവരാലോചിക്കുമ്പോൾ അതിപ്പോ ഒരു അന്യമതസ്ഥന്മാരുടെ വിവാഹമാണ്, അതിപ്പോ എന്താ പ്രശ്നം, എല്ലാവരും ചെയ്യുന്നതല്ലേ, ഞാനും അങ്ങനെ ചെയ്യല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് ആ കൾച്ചറിനൊപ്പം ആ ട്രെൻഡിനൊപ്പം ഒപ്പിച്ച് പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഇത് നമ്മുടെ മക്കളെയൊക്കെ ഗൗരവത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരിക്കലും നമ്മളോ നമ്മുടെ കുടുംബമോ അത്തരത്തിലുള്ള ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുന്ന, അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം നമുക്കില്ല എന്ന കാര്യം ഉറപ്പിക്കുക. ചില നിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലെ കുട്ടികൾ. ഇപ്പോ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിക്ക് ഫോൺ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇവര് കൊടുക്കേണ്ടത് എപ്പോഴാണ്? നിർബന്ധിതാവസ്ഥയിൽ വരുമ്പോലെ. ഏറ്റവും ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ചില ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. ഫോണിലൂടെ തന്നെ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വേണ്ടി വരും ക്ലാസ്. പിന്നെ ഫോണിലാണ് കിട്ടുന്നെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള അക്കാഡമിക് പർപ്പസിനല്ലാതെ ആസ്വാദനം ഫോണിലാക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇനി കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെ അതൊരിക്കലും കൃത്യമായി മോണിറ്റർ ചെയ്യാൻ കഴിയാതെ കൊടുക്കരുത്. നമ്മുടെ ഒരു നിയന്ത്രണത്തിലാവണം നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്ന, അവർ കാണുന്ന, അവർ കേൾക്കുന്ന, അവർ പിന്നെ ചാറ്റ് ചെയ്യുന്ന, അതൊക്കെ നമ്മുടെ ഒരു നിയന്ത്രണത്തിലാവണം. എപ്പോ വേണമെങ്കിലും മോളെ ഫോൺ തന്ന എന്ന് പറഞ്ഞാൽ തരാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികൾ മാറണം. അതായത് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്ന രൂപത്തിൽ അവർ മാറാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ രക്ഷാകർതൃത്വം ആ രൂപത്തിലാവണം. എപ്പോഴും അവരങ്ങനെ ചികഞ്ഞു നോക്കുക എന്നതിനപ്പുറം അവരെ കൃത്യമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകുന്ന രൂപത്തിൽ അവരുടെ സോഷ്യൽ മീഡിയയും ഫോൺ ഉപയോഗവും പോലും നമുക്ക് അത്രമേൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ നമ്മുടെയൊക്കെ മക്കൾ, ഞാൻ മക്കളെ പറ്റിയാ പറയുന്നത്, അവർ ഇത്തരം സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെയും അത്തരത്തിൽ അഡിക്റ്റ് ആയ അവസ്ഥ, ഇതിങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ. വാട്സപ്പ് നോക്കിക്കൊണ്ടേ ഇരിക്കുക, എപ്പോഴാണോ ആരാണോ മെസ്സേജ് അയക്കുന്നത് അങ്ങനെ കാത്തിരിക്കുക. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ചിലപ്പോൾ പക്ഷേ ഒരുപാട് സമയമുള്ള ആളുകളായിരിക്കാം. ആ സമയത്ത് ഇങ്ങനെ തോണ്ടി പോകുന്നൊരു അതിൽ മാത്രം എൻഗേജ് ചെയ്യുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് പരിഹാരം.
ചില കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആകുമ്പോൾ അത്തരം കുട്ടികളെ കൊണ്ടുവന്ന് പിന്നെ കൗൺസിലിംഗ് സെന്ററുകളിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പരിഹാരമാണ് ഒരു കാഷ്വാലിറ്റിയിൽ നമ്മുടെ വീട് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയുടെ അതിന്റെ കാഷ്വാലിറ്റിന്റെ മുമ്പിൽ എമർജൻസി വിഭാഗം ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അവിടെ നിൽക്കണം എന്നാണ് ഒരു ടാസ്ക് കൊടുക്കുക. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആംബുലൻസുകളും അതിന്റെ പിന്നിലുള്ള ആളുകളുടെ പരിശ്രമങ്ങളും പിന്നെ ബേജാറും ടെൻഷനും കരച്ചിലും ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ജീവിതം എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമല്ല ജീവിതം, അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കാണുന്നതല്ല ജീവിതം, മറിച്ച് ഇങ്ങനെ പച്ചയായ ചില മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നുള്ളതാണ്. അപ്പോ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അത് സ്വർഗ്ഗമാണല്ലോ. ഈ ദുനിയാവ് ഇവിടെയുള്ള ആസ്വാദനം അത് എന്ത് ആസ്വാദനം കിട്ടിയാലും അതൊക്കെ നശ്വരാണ്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമുള്ള ചെറിയ ചില ജിമ്മിക്കുകളായ നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന ചില ഖുർആൻ തന്നെ പറഞ്ഞു മത്താവൽ ഖുറൂർ, നമ്മൾ വഞ്ചിക്കപ്പെടുന്ന വിഭവം മാത്രമാണ് ദുനിയാവ്. ഇവിടെ കാണുന്ന സോഷ്യൽ മീഡിയയിലെ എത്ര തന്നെ ചില ആൾക്കാരൊക്കെ പറയും ഞാനും എന്റെ ഭാര്യയും എത്രത്തോളം സന്തോഷവാന്മാരാണ്, സന്തോഷവതികളാണ് എന്ന് പറഞ്ഞ് ഭാര്യയോടൊപ്പമുള്ള റീലുകളും ട്രാവൽ വ്ളോഗുകളും ഫുഡ് വ്ളോഗും കിട്ടി നടക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും. എന്നാൽ പച്ചയായ ജീവിതത്തിലേക്ക് വരുമ്പോഴോ അത്തരം ആളുകൾ പലപ്പോഴും ഡൈവേഴ്സിലേക്ക് പോകുന്ന എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? രണ്ട് മുഖങ്ങളാണ്. അപ്പൊ അവരൊന്നും അല്ല നമ്മുടെ മാതൃക. നമ്മൾ സ്വർഗം ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. നാലാമതായി, നമ്മുടെ ഇബാദത്തുകളെ ഒരിക്കലും ഇത് ബാധിക്കരുത്. നമ്മുടെ ആരാധനകളെ ഒരിക്കലും ബാധിക്കരുത്. സോഷ്യൽ മീഡിയ നമ്മൾ ആലോചിക്കുന്നത് ഈ ഫോൺ ഇല്ലാത്തൊരു ലോകം മുമ്പ് ഉണ്ടായിരുന്നു, അന്നും നമ്മളൊക്കെ ജീവിച്ചിരുന്നു അല്ലെ? അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഫോൺ കവരാൻ പാടില്ല നമ്മുടെ ഇബാദത്തുകളെ. അപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ദിക്ർ ചൊല്ലാനുള്ള സമയം വേണം, നിർബന്ധമാണ് അല്ലെ? നമസ്കാരം കഴിഞ്ഞ് ഉടനെ എണീച്ചത് ഫോൺ നോക്കി പോകുന്ന ആൾക്കാരായി നമ്മൾ മാറാൻ പാടില്ല. മറിച്ച് അവിടെ ദിക്ർ ചൊല്ലണം, നമുക്ക് സുന്നത്ത് നിസ്കരിക്കണം, ഇതൊക്കെ കഴിയണം. അത് കഴിഞ്ഞിട്ട് മതി ഫോണ് അല്ലെ? നമ്മുടെ വിഭാഗത്തിൽ ഒരിക്കലും ഇത് ഹൈജാക്ക് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ദീൻ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ ഏറ്റവും ചുരുങ്ങി നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെ? ഇൻഷാല്ല നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. റമദാൻ അത് നല്ലൊരു ഉപാധിയാണ്. എവിടേക്കാണ് നമുക്കിത് ലിമിറ്റ് ചെയ്യാൻ പറ്റുക? ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക, അത് ബാക്കി അവിടെ വയ്ക്കുക എന്ന രൂപം മതി. എല്ലാവരും എല്ലായ്പ്പോഴും എപ്പോഴും അവൈലബിൾ ആവുക, അപ്ഡേറ്റഡ് ആവുക എന്നൊരു സിസ്റ്റം നമുക്ക് വേണ്ട. ആവശ്യത്തിന് മാത്രം മതി. നമ്മുടെ വിഭാഗത്തുകളും നമ്മുടെ പിന്നെ നമസ്കാരങ്ങളും ആരാധനകളും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് മതി എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. മാത്രമല്ല ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിനെ ക്രിയാത്മകമാക്കാനുള്ള സ്റ്റെപ്പുകൾ. ഇപ്പോൾ റംസാൻ നമ്മളൊക്കെ സ്വതക്കകൾ കൊടുക്കാറുണ്ട് അല്ലെ? ചില സ്ഥാപനങ്ങൾക്ക് ജാമിയ ഹിന്ദ് പോലുള്ള പല സ്ഥാപനങ്ങൾ നമ്മൾ സ്വതക്ക കൊടുക്കാറുണ്ട്. പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങൾക്ക് നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം മനസ്സിലാക്കുക ഇൻഷാല്ല സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അതിന്റെ ഒരു റീൽ പിന്നെ അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങൾ നമുക്ക് കിട്ടുക. ഏത് അക്കൗണ്ടിലേക്ക് അയക്കേണ്ടത്, എത്ര പിന്നെ ഗൂഗിൾ പേ നമ്പർ എന്താണ്, നമുക്ക് സോഷ്യൽ മീഡിയ വഴിയേ കിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാൻ ഉണ്ടാക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ ക്രിയാത്മകമാക്കാണ് വഴിയാൻ പറഞ്ഞത്. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. ഞാൻ ഇത്ര എമൗണ്ട് അയക്കും, എന്റെ മക്കളെ കൂടി ഇത്ര എമൗണ്ട് അയപ്പിക്കും, എന്റെ ഭർത്താവ് ഇത്ര എമൗണ്ട് അയക്കും. ഇതിന് സ്വതക്കയുടെ വിഷയത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് നോമ്പിന് 1 മുതൽ 30 വരെ, റമദാൻ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും ഇൻഷാല്ല ഞാൻ മൊത്തം റമദാനിൽ ഒരു 5000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ സമ്പത്തില് ഒരു 5000 മാറ്റി വെക്കാൻ തീരുമാനിച്ചത് സ്വതക്കായിട്ട്. അപ്പൊ ആദ്യത്തെ നോമ്പിന് ഞാൻ ഇൻഷാല്ല ഒരു 100 രൂപ കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ 100 രൂപ അങ്ങനെ കൊടുത്ത് അവസാനത്തെ പത്താവുമ്പോൾ കുറച്ച് അധികം എമൗണ്ട് കൂട്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിൽ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. ഇതിന് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റും അല്ലെ? എന്തൊക്കെ വഴികളുണ്ട് അതൊക്കെ ആലോചിക്കാം. അപ്പൊ സ്വതക്ക എന്നുള്ള വിഷയത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ക്രിയാത്മകമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പഠനം, തഫ്സീറുകൾ പഠിക്കാം, കുറെ പിന്നെ കോഴ്സുകൾ ഉണ്ട്. ഏതൊക്കെ പിന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടോ അതൊക്കെ നമുക്ക് പല പുതിയ കോഴ്സുകളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, പഠിക്കാൻ പറ്റുമെങ്കിൽ ആ സാധ്യതയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. വേണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരു മത്സരം നമുക്ക് ഉണ്ടാക്കാം. ചുരുക്കങ്ങള് നമ്മൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കൂട്ടുകാരികൾ ഉണ്ടാവും, കൂട്ടുകാരന്മാരുണ്ടാവും. ആ കൂട്ടുകാരികളൊക്കെ ചേർന്ന് നമുക്ക് ഒരു മത്സര ബുദ്ധി ഉണ്ടാക്കാം. ഇൻഷാല്ല ഇന്ന് ഈ തഫ്സീറിൽ ഇത്ര പേജ് ഞാൻ വായിച്ചിരിക്കും. അതൊരു മത്സര ബുദ്ധിയാണ്. ആരാദ്യം വായിക്കുക എന്ന് പറഞ്ഞ ഒരു മത്സരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയും ഇതൊക്കെ നന്മയിലുള്ള മത്സരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ചില ചാലഞ്ച് ഉണ്ടാക്കാൻ പറ്റുക, ചില ക്യൂസ് നടത്താൻ പറ്റുക. ഇതൊക്കെ നമുക്ക് ഇവരുടെ നമ്മുടെ പഠനത്തിനാവട്ടെ, സ്വതക്കകൾക്കാവട്ടെ, നമ്മുടെ നോമ്പിന് വിഭാഗത്തുകൾക്കും നമ്മുടെ പിന്നെ അത്തരത്തിൽ ആരാധനകൾ നന്നാക്കാനും ഒക്കെ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രിയാത്മകമായി ആലോചിച്ച് അതിനൊരു പ്ലാൻ ഇൻഷാല്ലാ റമദാന് മുമ്പ് ഉണ്ടാക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഒരു പരിധി വരെയുള്ള ചതിക്കുഴികൾ നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയും. നമ്മൾ തന്നെ പ്ലാൻ ഉണ്ടാക്കുകയാണല്ലോ, ഇതിനെ എങ്ങനെയൊക്കെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കാം എന്ന പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഷാല്ലാ നമുക്ക് ഇത് മറികടക്കാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ മക്കളെയും അത്തരം നന്മകളിൽ അവരുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുക, അവരെയും ചേർത്ത് നിർത്തുക. ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു വ്യക്തി പിന്നെ കഴിഞ്ഞ 3 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്താണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ.
അദ്ദേഹം പിന്നെ മരണപ്പെട്ട സമയത്ത് പിന്നെ പ്രായം ഒരു 60-65 വയസ്സുണ്ടാവും. മരണപ്പെട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു NH വർക്ക് നടക്കുന്ന സ്ഥലത്താണ്. NH പുതിയ NH വരുന്ന സ്ഥലത്ത് പിന്നെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇദ്ദേഹം 65 വേറെ വലിയ എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ല, വീട്ടിലിരിക്കുകയാണ്. എന്നൊരു വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ട് പിറ്റേ ദിവസം ആ NH പണി നടക്കുന്ന ആ സ്ഥലത്തുള്ള ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളായ ആളുകൾ, നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുമല്ലോ, അവരെല്ലാവരും ഒരു ഒരു ടീം ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത്. ആ വീട്ടിലുള്ള ആളോട് ചോദിക്കുന്നുണ്ട് അവര്, പിന്നെ അദ്ദേഹത്തിന് എന്താ പറ്റി എന്നുള്ളത് ഹിന്ദിയിൽ ചോദിച്ചു അവര്. അപ്പോ മക്കൾ പറഞ്ഞു അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു, ഒരു അറ്റാക്ക് ആയിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞെടുത്ത് വിവരം പറഞ്ഞു. അപ്പൊ എങ്ങനെ നിങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തെ അറിയാമെന്ന് മക്കൾ ചോദിച്ചു. എന്റെ ഉപ്പാനെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം, ഇത്രയും ആളുകളുണ്ടല്ലോ, എങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു എന്നാണ്, ഇദ്ദേഹം എന്നും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ മെസ്സേജോ, എന്റെ ഉപ്പയോ, നിങ്ങൾക്ക് ആള് മാറിയിട്ടുള്ളൂ എന്നൊക്കെ അവർ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ ഹിന്ദിക്കാരായ ആളുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവർക്ക് എന്നും ഇദ്ദേഹം മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. എങ്ങനെ അറിയോ നിങ്ങള്? നമുക്കൊക്കെ വഴിവിളക്ക് എന്നുള്ള പേര് ഒരു പോസ്റ്റർ സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? എന്നും രാവിലെ വരുന്ന 11 വ്യത്യസ്ത ഭാഷകളിലുള്ള ഒരു പോസ്റ്ററാണ്. എന്നും ഒരു നല്ല മെസ്സേജ് ഉണ്ടാവും അതില്, ഒരു ആയത്തോ ഹദീസോ ഒരു നല്ല സന്ദേശം എന്തെങ്കിലും ഉണ്ടാവും അതില്. ഈ പോസ്റ്റർ മലയാളം, ഇംഗ്ലീഷ്, ഉറുദു തുടങ്ങി 11 ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെയൊക്കെ പല ഗ്രൂപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇദ്ദേഹം ആലോചിച്ചത്, ഈ പോസ്റ്ററുകൾ ഇറങ്ങുന്ന സാധനം ഞാനിപ്പോ ഇവിടെ എന്റെ വീടിന് തൊട്ട് മുമ്പിൽ ജോലി ചെയ്യുന്ന എത്രയോ അധികം ആളുകളുണ്ട്, ഹിന്ദി സംസാരിക്കുന്ന, ഉറുദു സംസാരിക്കുന്ന, മറാഠി സംസാരിക്കുന്ന, ഗുജറാത്തി സംസാരിക്കുന്ന ഈ ആളുകളിലേക്കൊക്കെ ദഅവത്ത് എത്തിക്കണ്ടേ, അവരും ദീനിന്റെ ഭാഗമാവണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്തത്, അദ്ദേഹം വാട്സപ്പ് എടുത്തിട്ട്, വാട്സപ്പ് മാത്രം ആലോചിച്ച് നോക്കണം കേട്ടോ, നമുക്കൊക്കെ ഉള്ള വാട്സപ്പ്, ആ വാട്സപ്പ് എടുത്ത് അദ്ദേഹം ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി. ഹിന്ദി ബ്രോഡ്കാസ്റ്റ്, ഉറുദു ബ്രോഡ്കാസ്റ്റ്, മലയാളം ബ്രോഡ്കാസ്റ്റ്, തമിഴ് ബ്രോഡ്കാസ്റ്റ്, ഇങ്ങനെ ഓരോ ഭാഷയിലും ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി. എന്നും രാവിലെ വരുന്ന ഈ 11 ഭാഷയിലുള്ള, ഈ പറഞ്ഞ ഭാഷയിലൊക്കെ വരുന്ന ഈ വഴിവിളക്കിന്റെ പോസ്റ്റർ എടുത്ത് ഹിന്ദി എന്നുള്ള ബ്രോഡ്കാസ്റ്റ് നേരെ എന്നും രാവിലെ ഇടും, ഉറുദുവിൽ കൊണ്ടിടും. ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്കൊക്കെ അദ്ദേഹം എന്നും കാണുന്ന ഈ കണ്ട പണിക്കാരൊക്കെ ആയ ആളുകളുണ്ടല്ലോ, അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എന്നും ഈ മെസ്സേജ് കിട്ടിയിരുന്നു. ആലോചിച്ച് നോക്കുകള്. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് മെസ്സേജ് എന്നും കിട്ടി വന്നിരുന്ന ആളുകൾ ഒരു ദിവസം കിട്ടാതായപ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചോദിച്ചു വന്നത്. ഇതാലോചിച്ചു, ഒരു വ്യക്തി അദ്ദേഹം തന്റെ വീട്ടിലിരുന്ന് തനിക്ക് അറിയാവുന്ന ആളുകളെ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. നമുക്കൊക്കെ ഉണ്ടാക്കാം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്, വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ചിന്തിച്ചു, എന്റെ സോഷ്യൽ മീഡിയ കൊണ്ട്, എന്റെ മൊബൈൽ ഫോൺ കൊണ്ട് ഞാൻ എങ്ങനെ നന്മകൾക്ക് ഉപയോഗിക്കാം എന്ന് ആലോചിച്ച് ആ നന്മയിലെ ഏറ്റവും വലിയ നല്ലൊരു മാതൃക അദ്ദേഹം കാണിച്ചിട്ട് ചെയ്തത് അല്ലെ? അദ്ദേഹത്തിന്റെ മരണശേഷവും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന ആ കണ്ട ആളുകൾക്കൊക്കെ ഏതെങ്കിലും നിലയ്ക്കുള്ള ദീനീ സന്ദേശം എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കും സാധിക്കും, ഒരു തടസ്സമില്ല. നമ്മളൊക്കെ ഒന്ന് ക്രിയാത്മകമായിട്ട് ആലോചിച്ചാൽ മതി. നമ്മുടെ മൊബൈലും നമ്മുടെ സമയവും നമ്മുടെ സോഷ്യൽ മീഡിയ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ, വാട്സപ്പ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, അതിലൊക്കെ തന്നെ തോണ്ടിക്കളയുന്ന സമയം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിലയ്ക്ക് നമുക്ക് ഉപകാരമില്ല എന്ന് തോന്നുന്ന സമയമൊക്കെ എങ്ങനെയാണ് അതിനെ ക്രിയേറ്റീവ് ആക്കുക, എങ്ങനെയാണ് നമുക്ക് നന്മകൾ വിനിയോഗിക്കാൻ കഴിയുക, ദീനി പഠനത്തിനും നമ്മുടെ വിവാദങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം, ഏറ്റവും ആത്യന്തികമായി നമ്മുടെ സ്വർഗത്തിലേക്ക് എങ്ങനെ അതിനെ അടുപ്പിക്കാം എന്ന രൂപത്തിൽ നാളെ നമ്മളിങ്ങനെ പരലോകത്ത് എത്തുമ്പോഴേ, പക്ഷേ ഈ ഫോണാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇൻഷാ അല്ലാഹ് ബോധപൂർവ്വം നമ്മൾ ആലോചിക്കുക, അതനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുക. അള്ളാഹു ആ നിലയ്ക്കൊക്കെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഫോണിനെയും നമ്മുടെ മൊബൈൽ ഫോണിനെയും സോഷ്യൽ മീഡിയയും അതോടൊപ്പം നമ്മുടെ മക്കളുടെ അത്തരം വിഷയത്തിലുള്ള സൂക്ഷ്മതയും ഒക്കെ ഏറ്റവും നല്ല ഉപകാരമുള്ള രൂപത്തിലാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു തൗഫീഖും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, മുൻഗാമികൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.